ഇപ്പോൾ ഇതേ ചുറ്റിപ്പറ്റി നടക്കാൻ പോകുന്ന രാഷ്ട്രീയ ചർച്ചകളായിരിക്കാം തമിഴ്നാട്ടിൽ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ നിഷ്കളങ്കരായ ജനങ്ങൾ ഒരു നേതാവിനെ കാണാനും അയാളുടെ പ്രസംഗങ്ങൾ കേൾക്കാനും ഒക്കെ വന്നവരാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും. ടി.വി.കെ എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ യഥാർത്ഥത്തിൽ വിജയ് എന്ന ഒരു നേതാവിൻ്റെ സ്റ്റാർഡത്തിൽ കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ്. അതിനപ്പുറത്തേക്ക് അതിന് മറ്റ് എന്താണ് ഒരു സ്വഭാവമൊക്കെ രൂപപ്പെട്ട് വരുന്നതേ ഉള്ളൂ. വിജയുടെ ഏതാണ്ട് അഞ്ചാമത്തെയോ ആറാമത്തെയോ ആ നിലയ്ക്ക് നോക്കിയാലുള്ള ഒരു പബ്ലിക് അഡ്രസ്സാണ്, ഒരു റാലിയാണ് ഇന്ന് നടന്നത്. അതിൽ യഥാർത്ഥത്തിൽ ഈ സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വരും എന്നത് കൃത്യമായി ഈ ടി.വി.കെയുടെ പ്രാദേശിക നേതാക്കൾക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ അവിടെ പങ്കെടുത്ത നേതാക്കളിൽ പലരും ആ പ്രദേശത്തുള്ളവരാണ്. അവർക്ക് ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തിരക്കിനെപ്പറ്റി നല്ല ബോധ്യവുമുള്ളവരാണ്. അവരാരും വിജയോട് ഈ സ്ഥലത്ത് ഇത്രയും ഒരു ചെറിയ സ്ഥലത്ത് ഇത്രയും ആളുകൾ വന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതോ അത് നേരിടാൻ തയ്യാറാണ് എന്ന വിജയ് തീരുമാനമെടുത്തിരുന്നോ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 22-23 നിർദ്ദേശങ്ങളുടെ ഉപാധികളോടെയാണ് വിജയ് എല്ലായിടത്തും ഈ റാലികൾ നടത്തേണ്ടത് എന്ന് പോലീസ് രേഖാമൂലം തന്നെ ആ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഉപാധികൾ വെച്ച് റാലികൾ നടത്താൻ കോടതി പറയുകയും പോലീസ് അങ്ങനെ തന്നെ അനുമതി കൊടുക്കുകയും ചെയ്ത ഒരു നേതാവ് ആ പാർട്ടി അതിൻ്റെ സംഘാടകരാണ്. അവർക്കുണ്ടായ വലിയ ഒരു 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 തിരിച്ചടി അല്ലെങ്കിൽ ഒരു പാളിച്ച, ഒരു സംഘാടനത്തിലെ വലിയ പാളിച്ചയാണ് നമ്മൾ കണ്ടത്. അതാണ് ഇവിടെ നടന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു 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 ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു പൊതു ഇടത്തല്ലാതെ ഒരു സ്ഥലത്തും ഇതുപോലെ ഒരു റാലികൾ ഒരു 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 പൊതുസമ്മേളനം നടത്താൻ പാടുള്ളതല്ല. ഇത് തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികളിലെ ആൾക്കൂട്ടവും അവിടുത്തെ ജനങ്ങളുടെ വൈകാരിക പ്രകടനവും ഒക്കെ കാണാത്ത ഒരാളല്ല വിജയ് എന്ന നടനും രാഷ്ട്രീയ നേതാവും. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അവഗണിച്ചു എന്ന ചോദ്യം വളരെ ദുരൂഹമായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ധാർമ്മികവും നിയമപരമായ ഉത്തരവാദിത്വം വിജയ് ഏറ്റെടുക്കേണ്ടി വരികയും അദ്ദേഹത്തിനെതിരായ നിയമ നടപടികൾ ഉണ്ടാവും, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്യും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്.